വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 2 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. 2 ഫുൾ കവർ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ഡയറി മിൽക്കാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിന് വേണമെന്നില്ല, ഹൈഡ് ആൻഡ് സീക്കോ ചോക്ലേറ്റിൻ്റെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ രണ്ടായിട്ട് ഇടണം, ക്രീം വേറെ ബിസ്ക്കറ്റ് വേറെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനാണ്. പക്ഷേ ഞാനിവിടെ വിപ്പിംഗ് ക്രീമോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ക്രീം ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കുമ്പോഴത്തേനും നമുക്ക് ക്രീം അതിൻ്റെ മണ്ടയിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തതുകൊണ്ട് യൂസ് ആക്കാൻ വെച്ചിട്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് എടുക്കുന്നത്. ഞാനിവിടെ ബിസ്ക്കറ്റ് മേടിച്ചു വന്നപ്പോഴത്തേനും ഒരെണ്ണം വൈറ്റ് ക്രീമും ഒരെണ്ണം ചോക്ലേറ്റിൻ്റെ ആയിരുന്നു. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കുന്നതിന്. ഇനി അതും കൂടെ പൊട്ടിച്ചിട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു ക്രീം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കണം. നമുക്ക് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എടുത്ത ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് വേണ്ടത്. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ ഒഴിക്കരുത്. തണുപ്പില്ലാത്ത പാലേ ഒഴിക്കാവുള്ളൂ, എങ്കിലും നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിട്ട് മിക്സ് ചെയ്തെടുത്തതിനകത്ത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടൊന്ന് മിക്സ് എടുക്കണം. പിന്നീട് മാറ്റി വെച്ച് നമ്മുടെ ഈ ഒരു ക്രീം നമുക്കിനി അടിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ചൂടുവെള്ളത്തിൽ നമ്മൾ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ സെറ്റായതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ കുക്കറിലാണ് വെച്ചത്. ഒരു 10 മിനിറ്റ്സ് അവിടെ ബേക്ക് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഡയറി മിൽക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. അത് ഈ ക്രീമിനകത്ത് ഞാൻ വെച്ചിട്ട് ഇനി അത് അടിച്ചെടുക്കണം. അപ്പോൾ കേക്ക് ഞാനിവിടെ 2 പീസായിട്ട് മുറിച്ചെടുത്തു. ക്രീമും ഡയറി മിൽക്കും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി. ഇനി നമുക്കിത് ഈ 1 ലെയറിൻ്റെ മണ്ടയിലൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഡയറി മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആ ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. പക്ഷേ ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഓപ്ഷണലാണ്. ഇനി ആ മുറിച്ചെടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ബാക്കി വന്ന ഡയറി മിൽക്കും ക്രീമും ഞാൻ അതിൻ്റെ മണ്ടയിലും കൂടെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷേപ്പ് ഒന്നും ആരും നോക്കരുത്, ടേസ്റ്റാണ് നമുക്ക് പ്രധാനം. ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഇരിക്കുന്നത്, പക്ഷേ ടേസ്റ്റാണ് നമുക്കിവിടെ പ്രധാനം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 2 കവർ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ഒരു ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ ഒരു പാലും, പിന്നെ ചോക്ലേറ്റ് ഓപ്ഷണലാണ്, ഡയറി മിൽക്ക്. അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗമൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതലും ക്രീം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് നല്ല ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ഞാനിവിടെ ചീകിയിടുന്നുണ്ട്. ഇതില്ലാതെ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം, പക്ഷേ ഇത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ കേക്കാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റാണ് ഇവിടെ ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2 ബിസ്ക്കറ്റും പാലും മാത്രം മതി. ചോക്ലേറ്റ് ഒക്കെ വേണമെന്നില്ല. അപ്പം എന്നാൽ 2 സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി കേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്, ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഈ നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കൂടുന്നതും കുറയുന്നതും. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊന്നും ഡയറക്റ്റ് പാലെടുത്ത് ഒഴിക്കാൻ പാടില്ല, പിന്നെ ബേക്കിംഗ് പൗഡർ ഒന്നും കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാണ്. നല്ല സൂപ്പർ കേക്കായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ ബൈ.